നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള നല്ല കിടിലൻ ടേസ്റ്റും ഷേപ്പുമുള്ള കട്ട്ലേറ്റ് നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയാലോ? ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് വീട്ടിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുക. നിങ്ങളെയും കൂടെ കാണിച്ചു തരാം, വാ. ബേക്കറികളിലൊക്കെ കിട്ടുന്ന കിടുക്കാച്ചി കട്ട്ലറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കിഴങ്ങ് രണ്ടായിട്ട് മുറിച്ച് കുക്കറിലിട്ട് 3 വിസിലടിക്കുമ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കണം. നേരത്തെ പുഴുങ്ങി വെച്ച കിഴങ്ങ് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലിട്ട് ഞെക്കി ഒരു മാവ് രൂപത്തിലാക്കി എടുക്കണം. ഒരുപാട് ചൂട് പോകുന്ന മുന്നേ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേക്കും കട്ട്ലേറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുകയാണ് വൈഫ്. 8 അല്ലി വെളുത്തുള്ളി, 10 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ചീനിച്ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തിട്ടാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിൽ കുറച്ച് സവാളയും കൂടി ഇട്ട് ഇളക്കണം. സവാള അതിൽ കിടന്ന് വഴണ്ട് വരുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനിയാണ് പ്രധാന പരിപാടി. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിരുന്നു. അതിനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഒരു മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നു. ചിക്കൻ കുക്കറിൽ പുഴുങ്ങാൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. ഒരു 4 വിസിലടിക്കുമ്പോൾ ഏകദേശം ചിക്കൻ ഈ രൂപത്തിലായി കിട്ടും. ഉള്ളിയെല്ലാം വേണ്ട നല്ല ലെവലായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇളക്കണം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ചിക്കനും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുള്ള മണിയടിയാണ് കേട്ടത്. നമ്മൾ ചിക്കൻ പുഴുങ്ങാൻ നേരത്തും സവാളയിലൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. എന്നാൽ ഈ പരുവാകുമ്പോൾ ഒന്നുകൂടെ ഉപ്പ് നോക്കണം. അല്പം കുറവുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി മല്ലിയില അരിഞ്ഞതും കൂടി ഇടാം. ചോദിക്കണ്ട, അതാ നല്ല. അതേപോലത്തെ സംശയമാവില്ല കേട്ടോ. സംശയം എനിക്കൊരു യഥാർത്ഥത്തിൽ എന്നാ പറ കേക്കട്ടെ. ഇതിനകത്ത് എങ്ങനെ ഈ മഞ്ഞ കളറാവുന്നത്? മഞ്ഞപ്പൊടി ഇട്ടിട്ട്. നമ്മുടെ മിക്സിങ് ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവ് രൂപത്തിലാക്കി വെച്ച കിഴങ്ങെടുത്ത് ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യണം. കാരണം ഈ കിഴങ്ങും ചിക്കനും എല്ലാം നന്നായി കുഴച്ച് മിക്സായി വരുമ്പോഴാണ് ഈ കട്ട്ലേറ്റിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഇനി കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡ് പൊടി റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചീനിച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഇതിലാണ് നമുക്ക് കട്ട്ലേറ്റ് വറുത്തെടുക്കേണ്ടത്. കട്ട്ലേറ്റ് ഷേപ്പാക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അച്ച് വാങ്ങാൻ കിട്ടും. അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കുപ്പിയുടെ അടപ്പാണ് ഉപയോഗിക്കുന്നത്. ആ അച്ചാകുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ തള്ളിയാൽ ഈ കട്ട്ലേറ്റിൻ്റെ ഷേപ്പായി ഇങ്ങനെ വെളിയിലേക്ക് വരും. പക്ഷേ ഈ കുപ്പിയുടെ അടപ്പായതുകൊണ്ട് ഒരു സൈഡ് അടഞ്ഞിരിക്കുകയാണ്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞെക്കി എടുക്കണം. എന്നാലും എല്ലാം വൃത്തിയായിട്ട് നല്ല ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ അവസാനഘട്ട പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കട്ട്ലേറ്റ് എല്ലാം നല്ല ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലൊരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കലക്കണം. നല്ലോണം മിക്സ് ചെയ്യാൻ ഇതാണ് ബെസ്റ്റ്. ഇത് മിക്കവാറും വീട്ടിലൊക്കെ കാണുന്നതാണ്. ഇതില്ലെങ്കിൽ സ്പൂൺ വെച്ച് നല്ലോണം അടിച്ചെടുത്താലും മതി. മുട്ട മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അടുത്തൊരു ബൗളിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. 3 സ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ ഇട്ടത്. ഈ ബൗളിൻ്റെ പകുതി വെള്ളം മതി.
കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പരത്തി വെച്ച ഇതുങ്ങളെല്ലാം എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിലേക്ക് ഇടുന്നു. ഓരോന്നോരോന്നായി ഇതുങ്ങളെല്ലാം മുട്ടയിൽ മുക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ബ്രെഡ് പൊടിയിൽ അതിനെ പുതപ്പിച്ചെടുക്കണം. എല്ലാ വശങ്ങളും രണ്ട് സൈഡും ഇതേപോലെ ബ്രെഡ് പൊടി പറ്റിച്ചെടുക്കണം. ബ്രെഡ് പൊടി പറ്റിക്കുന്നതോടൊപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിയും കൂടെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞ് ഇതേപോലെ ഉരുട്ടി ഒന്നുകൂടെ ഷേപ്പായിട്ടാണ് എടുക്കുന്നത്. ഇതിങ്ങനെ എണ്ണയിലിട്ട് വറക്കുന്നില്ല. ഇതൊന്നുകൂടെ കോൺഫ്ലവറിൽ മുക്കി ഒന്നുകൂടെ ബ്രെഡ് പൊടിയിൽ നല്ലോണം പൊതിഞ്ഞതിന് ശേഷമാണ് ഇത് വറക്കുന്നത്. ചിലർ ഈ കണ്ടീഷനിൽ വറക്കാറുണ്ട്. പക്ഷേ ഇത് ഒന്നുകൂടെ കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് പൊടിയിൽ നല്ലോണം ഒന്നുകൂടെ പൊതിഞ്ഞതിന് ശേഷം വറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. രണ്ടാമത് മുക്കുമ്പോൾ സൂക്ഷിച്ച് മുക്കണം. കാരണം ആദ്യം നമ്മൾ മുട്ട മുക്കി ഒട്ടിച്ച് വെച്ച ബ്രെഡ് പൊടിയൊന്നും ഇളകി പോകാതെ വേണം നമ്മൾ രണ്ടാമത് ഇത് മുക്കിയിടാൻ. അങ്ങനെ രണ്ടാമത് കോൺഫ്ലവറിൽ മുക്കിയ ശേഷം ബ്രെഡ് പൊടിയിൽ പുതപ്പിച്ച് ഇതുപോലെ വൃത്തിയായി എടുത്ത് ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. നേരത്തെ നമ്മൾ ചൂടാകാൻ വെച്ചിരുന്ന എണ്ണ റെഡിയായിട്ടുണ്ട്. ഇനി കട്ട്ലറ്റിനെ ഇതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് എടുത്തു വെക്കാം. ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല പെർഫെക്റ്റ് ടേസ്റ്റി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്